ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ കാണാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ പ്രമേയ പശ്ചാത്തലങ്ങളിൽ വിശപ്പ് ആവർത്തിക്കുന്നത് യാദൃച്ഛികമാണ്. ഈ കാലത്തു തന്നെ പ്ലാറ്റ്ഫോം എന്ന സ്പാനിഷ് സിനിമ കാണാനിടയായത് അതിലും അവിചാരിതം. അടുത്തിടെ കിട്ടിയ ഏറ്റവും തീക്ഷ്ണമായ കലാനുഭവമായിരുന്നു പ്ലാറ്റ്ഫോം. വിശപ്പും സാമൂഹിക അസമത്വവുമാണ് പ്രധാന പ്രമേയം. ഗാൾഡർ ഗസ്റ്റേലു ഉറൂഷ്യ എന്നാണ് സംവിധായകന്റെ പേര് ഞാൻ വായിച്ചെടുത്തത്. ശരിയായ ഉച്ചാരണം ഇതാണോ എന്നറിയില്ല. ഏതായാലും സാമുവൽ ബക്കറ്റിന്റെ ഗോദോയെ കാത്ത് പോലെയൊക്കെ അവസാനിക്കാത്ത വ്യാഖ്യാനങ്ങൾക്കും വായനകൾക്കും ഇടം നൽകുന്ന ഒരു പെരും പടപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈയിടെ ശ്രദ്ധേയമായ പാരസൈറ്റ് സിനിമ ഒക്കെ കൈകാര്യം ചെയ്ത വിഷയം തന്നെ. പക്ഷേ അതിലും അസാധാരണ സമീപനം, ഞെട്ടിക്കുന്ന ആവിഷ്കാരം. വിശപ്പിനെ, വ്യവസ്ഥയിലെ വിവേചനങ്ങളെ ആഴത്തിൽ ചലച്ചിത്ര വിചാരണ ചെയ്യുകയാണ് പ്ലാറ്റ്ഫോം. ലംബാകൃതിയിലുള്ള തികച്ചും സർറിയലായ ഒരു തടവറയിലാണ് 1 മണിക്കൂറും 35 മിനിറ്റുമുള്ള സിനിമയുടെ മുഴുവൻ സമയവും. തടവറ തന്നെയാണോ അതെന്ന് ഉറപ്പില്ല. വെർട്ടിക്കൽ സെൽഫ് മാനേജ്മെന്റ് സെന്റർ എന്നാണ് സിനിമയിലെ വിശേഷണം. ഓരോ നിലയിലും ഒരു മുറി മാത്രം. അങ്ങനെ എണ്ണിത്തീരാത്ത നിലകൾ, 300 350 ഉണ്ടാകാം. ഒരു മുറിയിൽ 2 വീതം അന്തേവാസികൾ. മുറികളുടെ തറയിലും മച്ചിലും ചതുരാകൃതിയിലുള്ള ഒരു ദ്വാരം. അങ്ങനെ അന്തമില്ലാത്ത ഒരു കുഴൽ പോലെ നീളുന്ന ആ തടവറയിൽ ക്രൂരമായൊരു സാമൂഹിക പരീക്ഷണം നടക്കുകയാണ്. ദിവസം ഒരു നേരം സുഭിക്ഷമായ ഭക്ഷണം വിളമ്പി നിരത്തിയ ഒരു ലോഹത്തട്ട് മുകൾ നിലയിൽ നിന്ന് ഇറങ്ങി വരും. ഓരോ മുറിയിലും ഏതാനും മിനിറ്റുകൾ നിശ്ചലമായി നിന്ന ശേഷം അത് താഴേക്ക് ഊർന്നിറങ്ങും. കുറഞ്ഞ നേരം കൊണ്ട് കിട്ടുന്ന ഭക്ഷണം അന്തേവാസികൾക്ക് അകത്താക്കാം. ഓരോ നില താഴേക്ക് ഇറങ്ങുന്തോറും ഭക്ഷണത്തിന്റെ അളവ് കുറയും. 50 നില വരെയുള്ളവർക്ക് മേൽത്തട്ടുകാർ തിന്നതിന്റെ എച്ചിലെങ്കിലും കിട്ടും. പിന്നെ അതുമില്ല. മേലെ നിന്ന് കീഴേക്ക് അങ്ങനെ ജീവിത നിലവാരം കുറഞ്ഞു വരും. അതിനും താഴത്തെ നിലകളിൽ പോകെ പോകെ മനുഷ്യപ്രകൃതം പ്രാകൃതമായിക്കൊണ്ടിരിക്കും. ഒപ്പമുള്ളവരുടെ ചോരയിലും മാംസത്തിലും മനുഷ്യർ ഇര തേടും. അന്യന്റെ വയറുകീറി വിശപ്പാറ്റും. പട്ടിണി, അക്രമം, പക, ചോര, ആത്മഹത്യ, ഹിംസ, മനുഷ്യരെ തിന്നുന്ന മനുഷ്യർ. ഈ കുഴലിൽ 3 തരം മനുഷ്യരുണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം. ഉയർന്ന നിലയിലുള്ളവർ, താഴ്ന്ന നിലയിലുള്ളവർ, പിന്നെ വീണു പോകുന്നവരും. മാസത്തിൽ ഒരിക്കൽ സെല്ലുകളിൽ മയക്കുവാതകം നിറയും. പിന്നെ ഉണരുന്നത് കുഴലിന്റെ ഏത് തട്ടിലുമാകാം. 50-ാം നിലയിലുള്ളവർ 200-ലേക്കോ അതിനും കീഴെയോ താഴ്ത്തപ്പെടാം. 15-ലേക്കോ 10-ലേക്കോ പിന്നെയും മേലേക്കോ ഉയർത്തപ്പെടുകയുമാവാം. വർഗ അസമത്വം, ഹൃദയമില്ലാത്ത ഭരണക്രമം, തുല്യമല്ലാതെ വീതിക്കപ്പെടുന്ന വിഭവങ്ങൾ, ഇരകളായിരിക്കെ വേട്ടക്കാരാകുന്ന സമൂഹം, ഇതെല്ലാം അതികഠിനമായൊരു ചലച്ചിത്ര ഭാഷയിൽ വിശദീകരിക്കപ്പെടും. ഉയർന്ന നിലയിൽ ജീവിക്കുന്നവർക്ക് ധാരാളിത്തത്തിന്റെ അഹന്തയും പുളപ്പും പിന്നെയും തിന്നു തീർക്കാനുള്ള ദുരയുമാണ്. അതോ നരകങ്ങളിലാകട്ടെ ഹിംസയും നിലവിളിയും ചത്തുകിടക്കുന്ന ചോരയും തീരാത്ത പീഡാനുഭവങ്ങളും. ഓരോ തട്ടിലും വർഗങ്ങൾ രൂപപ്പെടുന്നത് സൂക്ഷ്മമായി തിരിച്ചറിയാം. തൊട്ടു മുകളിലുള്ളവരോട് അസൂയ, പക, താഴെയുള്ളവരോട് അവജ്ഞ. ഇതാണ് ആ കുഴൽ തടവറയുടെ പൊതുശീലം. എന്നാൽ സാമൂഹിക അസമത്വത്തിന്റെ കേവല രൂപകങ്ങളും സമത്വപൂർണമായ സംവിധാനത്തിനു വേണ്ടിയുള്ള മുറവിളിയുമല്ല ഈ സിനിമ. അതിനപ്പുറം വിശദീകരിക്കാതെ വിട്ട സങ്കീർണതകൾ, പൂരിപ്പിക്കാത്ത സാമൂഹിക സന്ദേഹങ്ങൾ, മനുഷ്യപ്രകൃതത്തിന്റെ ദുരൂഹമായ ഇരുൾത്തിരകൾ, അവനവനിലേക്ക് തന്നെയുള്ള പിന്നോട്ടങ്ങൾ, ആത്മവിചാരങ്ങൾ. ആ കുഴലിൽ ഏതൊക്കെ തരം പ്രകൃതക്കാർ. ഉണ്ടവന്റെ അഹങ്കാരത്തിലും തീരാത്ത ആർത്തിയിലും താഴേക്ക് നീങ്ങുന്ന ഭക്ഷണത്തട്ടിലേക്ക് കാറിത്തുപ്പുന്ന ട്രിമാഗസി എന്ന മധ്യവയസ്കൻ. മനുഷ്യരിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ബഹാറാത്ത് എന്ന കറുത്തവന്റെ മുഖത്തേക്ക് വിസർജിക്കുന്ന മുകൾ നില മനുഷ്യർ. വ്യവസ്ഥയുടെ ഇരയായി വ്യവസ്ഥയ്ക്ക് തന്നെ നിതാന്ത ശല്യമായി മാറുന്ന പിടിവിട്ട മനസ്സോടെ എന്തിനേയോ തിരയുന്ന മിഹാരു എന്ന സ്ത്രീ കഥാപാത്രം. 25 കൊല്ലം ആ തുരങ്കത്തിൽ പണിയെടുത്തിട്ടും അതിനെത്ര നിലയുണ്ടെന്ന് പോലും അറിയാത്ത അവിടുത്തെ അസമത്വങ്ങളിൽ അസ്വസ്ഥയായ ഇമോഗുരി എന്ന ഗാർഡ്. നന്മയുടെയും സഹജീവി സ്നേഹത്തിന്റെയും സത്യാന്വേഷണത്തിന്റെയും പ്രതിനിധിയായി ക്രിസ്തുവിന്റെ മുഖമോർമ്മിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം ഗോര. അകമേ ശിഥിലമായ സംവിധാനത്തെ നന്നാക്കാൻ സിദ്ധാന്തം ഉപദേശിക്കുന്ന ജ്ഞാനിയായ തടവുകാരൻ. ഒരു കുഴൽ സങ്കല്പനത്തിൽ സംവിധായകൻ സാമൂഹിക ശരീരത്തിന്റെ ബൃഹദാഖ്യാനം ഉൾച്ചേർത്തിരിക്കുന്നു.
പല നിലകളിൽ ഇതിൽ ഓരോരുത്തരും കാണിയുടെ ബോധ്യത്തിലും ആഞ്ഞുകുത്തും. സ്പോണ്ടേനിയസ് സോളിഡാരിറ്റി എന്ന പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. നൈസർഗികമായ സഹാനുഭാവം എന്ന് വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താം. തുല്യമായി വീതിക്കപ്പെട്ടാൽ എല്ലാ നിലയിലേക്കും തികയുന്ന ഭക്ഷണം മുകളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. പക്ഷേ 50 നിലയ്ക്ക് താഴേക്ക് എച്ചിൽ പോലും കിട്ടില്ല. അടുത്ത ഘട്ടത്തിൽ ഏതു നിലയിലും എത്തിപ്പെടാമെന്നൊരു സാധ്യത ഉണ്ടായിട്ട് പോലും ഉയർന്ന നിലക്കാർ ഉയർന്നവരായും താണവരായും വീണുപോകുന്നവർ അങ്ങനെയും തുടരുന്നു. ഒരു നൈസർഗികമായ സഹാനുഭാവവും രൂപപ്പെടുന്നില്ല. മുകൾ തട്ടിലുള്ളപ്പോഴും താഴെ തട്ടിനെ കരുതുന്ന ഗോരങ് ആ കുഴലിലെ സഹാനുഭൂതിയുടെ പ്രതിബിംബമാണ്. പക്ഷേ 171 നിലയിലെ ജീവിതത്തിനിടെ അയാളും കൊലപാതകിയും നരഭോജിയുമാകുന്നു. ആർത്തിക്കാരനും അഹങ്കാരിയുമായ ട്രിമാഗസി പിന്നീടൊരിക്കൽ ജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് 6-ാം നിലയിൽ ഉള്ളപ്പോൾ കഴിയുന്നത്രയും നല്ലവനാകാൻ 171-ാം നിലയിൽ വെച്ച് പറ്റില്ല. ഇവിടെ തീർച്ചകളില്ല. അത് സാഹചര്യത്തിന്റെ മൂർച്ചയിൽ മാറി മറിയും. തുല്യതയെപ്പറ്റി പറയുന്നവരും ഇരയാക്കപ്പെടും. ഒപ്പം വേട്ടക്കാരനുമാകേണ്ടി വരും. ശേഷം വീണുപോകും. ഒടുവിൽ 333-ാം നിലയിൽ ഗോരോങ് കണ്ടെത്തുന്ന ശാന്തയും നിർഭയയുമായ പെൺകുട്ടി ആരാണ്? അയാൾ തിരഞ്ഞ അർത്ഥം, വിശുദ്ധി, നൈർമല്യം എങ്ങോട്ടെന്നില്ലാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ഗോരാങ് ഇന്നോളം പരാജയപ്പെട്ട പ്രവാചകരുടെ പ്രതിനിധിയാണോ? കുഴലിലെ ജീവിതം പഴയ പോലെ തുടരുന്നുണ്ടാകുമോ? ചലച്ചിത്രകാരൻ ഉത്തരങ്ങൾ തരുന്നില്ല. അവനവന് ആവും വീതം പൂരിപ്പിക്കാം. ഞാൻ പൂരിപ്പിച്ചത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഭക്ഷണം കിട്ടാതെ അവശനായ ഒരാളെ വഴിയിൽ കണ്ടുമുട്ടിയിരുന്നു. ഭക്ഷണം കിട്ടാത്ത 3 ചെറുപ്പക്കാരെ എന്റെ സുഹൃത്തും ഇന്നലെ കണ്ടു. PSC പരീക്ഷാ പരിശീലന ക്ലാസ്സിന് തിരുവനന്തപുരത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ, ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് ചികിത്സയ്ക്കായെത്തി കുടുങ്ങിപ്പോയ ഒരു രോഗിയും കൂട്ടിരിപ്പുകാരനും. 3 ആളും ഒരു ലോഡ്ജിൽ പെട്ടുപോയതാണ്. കേട്ടറിഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവർ എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ദിവസം പിന്നിട്ടിരുന്നു. പരിചയമുള്ള DYFI പ്രവർത്തകർ വഴി അവർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ചോറ് പൊതി കിട്ടാൻ സുഹൃത്ത് സൗകര്യമൊരുക്കി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തുരങ്കത്തിന്റെ മുകൾ നിലയിലിരുന്ന് പാചക പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ഞങ്ങൾ. വിഭവങ്ങളുടെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ നിരത്തിയ നേരത്തും താഴത്തെ നിലയിൽ ഇവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അതോർത്ത് ഞാനിപ്പോൾ ഖേദിക്കുന്നു. ഗാൾഡർ ഗസ്റ്റേലു ഉറൂഷ്യ എന്ന പരിചിതനല്ലാത്ത ചലച്ചിത്രകാരനെ ഞാൻ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. ഒരുപക്ഷെ ഇത്തിരി നിമിഷത്തേക്കെങ്കിലും നിങ്ങളുടെ സിനിമ എന്നെ ഇത്തിരി കൂടി മെച്ചപ്പെട്ട ഹൃദയമുള്ളവനാക്കിയിരിക്കുന്നു. സുജിത് ചന്ദ്രനാണ് ഇത് എഴുതിയത്. സിനിമ പാരഡിസോ ക്ലബിൽ നിന്നും.